അംഗൻവാടി മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള സ്ഥാപനങ്ങൾ ഒരൊറ്റ സ്കൂൾ വളപ്പിൽ. പത്തനംതിട്ട ജില്ലയിലെ ഏക സർക്കാർ കോളേജായ ഇലന്തൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെതാണ് ഈ ദുരവസ്ഥ. സ്വന്തമായി കെട്ടിടമില്ലാതെ 10 വർഷമായി സ്കൂൾ മുറികളിൽ വീർപ്പുമുട്ടുന്ന കോളേജിന്റെ പരിതാപകരമായ കാഴ്ച കാണും. കിൻഡർ ഗാർഡൻ മുതൽ ഹൈസ്കൂളും PG കോഴ്സും വരെ ഒരൊറ്റ കുട കീഴിൽ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് നളന്ദ സർവകലാശാലയെ അനുസ്മരിപ്പിക്കും വിധം മറ്റെന്തോ വലിയൊരു സർവകലാശാലയാണെന്ന് തോന്നിയേക്കാം. പക്ഷേ അകത്ത് കയറിയാൽ സ്ഥിതി മറ്റൊന്നാണ്. അംഗൻവാടി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജ്, ഇതിനെല്ലാം പുറമെ ജില്ലയിലെ ഏക സർക്കാർ കോളേജ്. ഇവ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിലാണ് പ്രവർത്തിക്കുന്നത്. 2014 പ്രവർത്തനം ആരംഭിച്ച കോളേജിന് 10 വർഷം പിന്നിടുമ്പോഴും സ്വന്തമായി ഒരു കെട്ടിടമില്ല. 25ഓളം മുറികൾ ആവശ്യമുള്ളിടത്ത് വെറും 10 മുറികളിലാണ് കോളേജ് ഒതുങ്ങുന്നത്. സുവോളജി വിദ്യാർത്ഥികൾക്ക് ക്ലാസ് മുറി തന്നെയാണ് ലാബ്. സെമിനാർ ഹാളിനോ കലോത്സവങ്ങൾക്കോ കളിക്കളത്തിനോ ഇവിടെ ഇടമില്ല. വരാന്തയിലിരുന്ന് പഠിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ ദുരവസ്ഥ. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ പഠിക്കുന്ന കോളേജിൽ ഇപ്പം ബിൽഡിങ്ങിലാണെങ്കിൽ മതിയായിട്ടുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ക്ലാസ് റൂം 5 ക്ലാസ് റൂമിലായിട്ടാണ് ക്ലാസ് നടക്കുന്നത്. ലാബിനുള്ള സൗകര്യങ്ങളില്ല. ഗേൾസിന് ആവശ്യമായിട്ടുള്ള ഒന്നുമില്ല. ബാത്റൂം ആണെങ്കിലും അതിൻ്റെ ഗേൾസിൻ്റെ ആവശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് പറ്റിയതൊന്നുമില്ല. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികൾ പലതവണ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. നിലവിൽ ഖാദി ബോർഡിൻ്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉൾപ്പെടെ സർവകലാശാല മാനദണ്ഡം അനുസരിച്ചുള്ള 5 ഏക്കർ ഭൂമി വിട്ടുകിട്ടിയിട്ടുണ്ട്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന കാര്യത്തിലുള്ള അധികൃതരുടെ വാക്കിൽ ആർക്കും വിശ്വാസം പോരാ. ഇത്രയും നാളായിട്ട് ഈ കോളേജ് തുടങ്ങുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് 2 ടേമിലെ MLA ആയിരുന്നു വീണ ജോർജ്, പിന്നെ ഇപ്പം മന്ത്രിയുമായിരുന്നു. ഈ കോളേജ് തുടങ്ങുന്നതിന് വേണ്ടി നടപടികളെ ഒരുപാട് താമസിച്ചു എന്നുള്ളതാണ് കാര്യം. ഇപ്പോഴും ചിലർക്ക് ഇത് വേണ്ട. ഈ ജില്ലയിലെ ഇവിടെ പത്തനംതിട്ടയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. പത്തനംതിട്ടയിലെ സമീപ പ്രദേശങ്ങളിലൊക്കെ കോളേജ് ഉണ്ട്, അതുകൊണ്ട് അത് ആവശ്യമില്ല എന്നുള്ളൊരു തോന്നൽ ചിലർക്കൊക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ജില്ലയിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ മുഖമാക്കേണ്ട സർക്കാർ കോളേജ് ഒരു വിദ്യാലയത്തിൻ്റെ നിഴലിൽ ഒതുങ്ങുകയാണിപ്പോൾ. ഇക്കാണുന്ന മലമുകളിലാണ് ഇലന്തൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് കെട്ടിടം പണിയാൻ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിന് മുകളിലായി പലതവണ കല്ലിടിയിൽ കർമ്മം നടത്തിയിട്ടുണ്ട്. ഇത്തവണയും കല്ലിടിയിൽ കർമ്മത്തിനായി മലയുടെ അടിവാരത്ത് കാട് വെട്ടിത്തെളിച്ചിട്ടിട്ടുണ്ട്. ഈ പദ്ധതി ഇനി എന്ന് വരുമെന്ന് മാത്രമാണ് പ്രദേശവാസികൾക്കറിയാനുള്ളത്. ഇലന്തൂരിൽ നിന്നും ക്യാമറാമാൻ രതീഷ് മാടമ്പേശ്ശേലിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.